ഇന്ന് സംഭവിച്ചതിലേക്ക്. വാർത്താ സമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവ് വൈകിയതിലെ അസഭ്യ പ്രയോഗം വാർത്തയായതിനു പിന്നാലെ വിശദീകരണവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. VD സതീശനുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും സതീശനെ മോശമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. എന്തും തുറന്നു പറയുന്ന ആളാണ് താൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. സതീശനും താനും ജ്യേഷ്ഠാനുജന്മാരാണെന്നും കെ സുധാകരൻ പറഞ്ഞു. ഇരു നേതാക്കളും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് പ്രശ്നങ്ങളില്ലെന്ന് പറയണമെന്ന ആവശ്യം സതീശൻ അംഗീകരിച്ചില്ല. കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ് എന്നതിലേക്കാണ് ആദ്യം. പ്രതിപക്ഷ നേതാവിന് ചേർന്ന് ഞാനെന്തിന് ദേഷ്യപ്പെടണം? ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. ഞാനെന്തിന് അതിന് ക്ഷുഭിതനാവണം? ദീപ്തിയോട് ചോദിച്ചു എത്ര മണിക്കാണ് മാധ്യമങ്ങളെ വിളിച്ചതിന് ചോദിച്ചു. 10 മണിക്കാന്ന് പറഞ്ഞു. അപ്പോൾ സമയം ഒരു 10:45 മറ്റേ 10:45 മറ്റേ. അപ്പം ഞാൻ പറഞ്ഞു മണി ഇത്രയായോ, മാധ്യമങ്ങളുടെ ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറയേണ്ടി വന്നു. അത് പറഞ്ഞു. ആലപ്പുഴ DCCയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു, YMCAയുടെ ചടങ്ങ്. അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയത് കൊണ്ടാണ്. ഏറെ വൈകിട്ടൊന്നുമില്ല, അദ്ദേഹം ടൈം 15 കുറച്ച് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പുള്ളി വരുവാൻ ചെയ്തിരുന്നു. നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ എത്താൻ വൈകിയതാണ് കെ സുധാകരനെ ചൊടിപ്പിച്ചത്. കെ സുധാകരൻ നടത്തിയ പരാമർശത്തിലേക്ക്. ഒന്ന് വിളിച്ചോക്കപ്പോ എവിടെയുള്ളൂ പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. കെ സുധാകരന്റെ നീരസം പ്രകടിപ്പിക്കലിന് പിന്നാലെ VD സതീശൻ രാജ്യഭീഷണി മുഴക്കിയിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് VD സതീശനെ അനുനയിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിനെയും സമരാഗ്നി പ്രക്ഷോഭ പരിപാടിയെയും ബാധിക്കുമെന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. കെ സുധാകരന്റെ പ്രതികരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പിന്നീട് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് KPCC പ്രസിഡന്റ് തന്നോട് നീരസം പ്രകടിപ്പിച്ചത്. വലിയ വാർത്തയാക്കാനുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ജ്യേഷ്ഠാനുജ ബന്ധമാണുള്ളത്. കാത്തിരുന്ന് കാണാതിരുന്നാൽ അസ്വസ്ഥതയുണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മാതിരി ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമുള്ളത്, ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ഒരാളാണ്. അപ്പോൾ ഇവനെ ഇവിടെ പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് ചെന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് കയറി, ഞാനിപ്പോൾ എത്തിയെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥത വരില്ലേ ആളെ കാണാതെ. അപ്പോൾ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. നിങ്ങളിത് വലിയ വാർത്തയാക്കി അതിന് നിങ്ങൾ എന്തൊക്കെ വാർത്തയാക്കി? ഹൈക്കമാൻഡ് ഇടപെട്ട് ഇവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചതിന് ഹൈക്കമാൻഡ് ഇടപെട്ടു. പിന്നെ എല്ലാവർക്കും താക്കീത് നൽകി. സമ്മതിച്ചേ രാജി ഇതിന് അവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചതിന് അദ്ദേഹം വളരെ നിഷ്കളങ്കരായി സംസാരിച്ചാണ്. നമ്മളാണെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കും മൈക്കുള്ളതുകൊണ്ട്. അത് ഇവനെവിടെ പോയി കിടക്കണമെന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം? അതൊക്കെ തമാശല്ലേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറമാനെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ സുധാകരൻ പറഞ്ഞ അതേ വാക്കിൽ തന്നെ പറയും. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഇതിനു മുൻപ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെയൊക്കെ വിജയ ശോഭയിൽ നിൽക്കുമ്പോൾ ആ ശോഭ മുഴുവൻ കെടുത്തിക്കളയുന്ന തരത്തിലേക്ക് ഇരുവരും തമ്മിൽ നടന്നത് മൈക്കിന് മുന്നിൽ ജനം മുഴുവൻ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ഇതാ വീണ്ടും അതും മൈക്കും ക്യാമറയും ഓണാണ് എന്ന് നേതാക്കൾക്ക് ഒരിക്കൽ കൂടി KPCC അധ്യക്ഷനെ ഓർമ്മിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയത് എങ്ങനെയാണ്? അനുജ, ഇരുവരും കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുമ്പോഴും ഉണ്ടായ പ്രശ്നം അത് ഗുരുതരം തന്നെയാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പുതുപ്പള്ളിയിൽ അനുജ സൂചിപ്പിച്ചതുപോലെ അവിടെയും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ശോഭയും കെടുത്തുന്ന രീതിയിലായിരുന്നു പിന്നീട് ആ വിജയപ്രഖ്യാപനം നടത്താൻ കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലുണ്ടായ വാഗ്വാദങ്ങൾ അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് 10 മണിക്ക് പത്രസമ്മേളനം വിളിച്ചു ചേർത്തു. അരമണിക്കൂറോളം വൈകിയാണ് എല്ലാവരും എത്തിയത്. അതായത് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ എത്തിയത്. ആദ്യം 10:30 വന്ന ശേഷം കെ സുധാകരൻ മാധ്യമങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചു, അതായത് താമസത്തിനെ തുടർന്ന്. പിന്നീട് 5 മിനിറ്റുകൾക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വേദിയിലേക്ക് വാർത്താ സമ്മേളനത്തിൽ എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് ആയിട്ടും VD സതീശൻ എത്തിയില്ല. അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന DCC പ്രസിഡന്റ് ബാബു പ്രസാദിനോട് അദ്ദേഹം ഇങ്ങനെ കാര്യം പറഞ്ഞത്, തൻ്റെ നീരസം പുറത്ത് കാണിച്ചത്. ഒപ്പം ആ സമയത്ത് തന്നെയാണ് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമുൾ ഉസ്മാനും ബാബു പ്രസാദും മാധ്യമങ്ങൾ കാണും, അത് മൈക്കും വീഡിയോയും ഓണാണ്, ക്യാമറയും ഓണാണെന്നുള്ള കാര്യം മുന്നറിയിപ്പ് അദ്ദേഹത്തിന് നൽകിയത്. പിന്നീട് ഈ വിഷയം ആളിക്കത്തി സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ഈ സുധാകരൻ്റെ പരാമർശം വലിയ രീതിയിൽ വൈറലായി. അതിൻ്റെ പിന്നാലെയാണ് 2 പേരും ചേർന്ന് അതിനുശേഷം പിന്നീട് സുധാകരൻ ഈ സമരാഗ്നി നടക്കുന്ന വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട്
അനുനയിപ്പിച്ചാണ് അദ്ദേഹത്തിനെ വീണ്ടും കൊണ്ടുവന്നത്. പിന്നീട് ഇരുവരും ഒരു ഹോട്ടലിലേക്ക് എത്തി. പക്ഷേ പരസ്പരം സംസാരിക്കാൻ ഒരേ ഹോട്ടലിലെത്തിയിട്ടും പരസ്പരം സംസാരിക്കാൻ ഇരുവരും തയ്യാറായില്ല. തനിക്കുണ്ടായ ക്ഷീണം, തനിക്കുണ്ടായ നാണക്കേട്, അതൃപ്തിയൊക്കെ തന്നെ വി.ഡി. സതീശൻ ഹൈക്കമാൻഡ്, അതായത് AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാലിനെ അദ്ദേഹം തൻ്റെ നീരസം, തനിക്കുണ്ടായ നാണക്കേട് വി.ഡി. സതീശൻ അറിയിച്ചു. വേണമെങ്കിൽ താൻ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാമെന്നുള്ള രാജ്യസന്നദ്ധത അടക്കം അറിയിച്ചു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്, ഈ സമരാഗ്നിയുടെ ക്ഷോഭ അടക്കം മങ്ങുന്ന നടപടി ഉണ്ടാകരുതെന്ന് മുന്നറിയിപ്പ് നൽകി. സതീശൻ്റെ പരാതിയിൽ ഹൈക്കമാൻഡ് ഇടപെടാം, പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടി പത്രസമ്മേളനം നടത്തുന്ന വി.ഡി. സതീശനും സുധാകരനും ചേർന്ന് ഒരുമിച്ച് തന്നെ പത്രസമ്മേളനം നടത്തി അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കണം, അല്ലെങ്കിൽ വലിയ രീതിയിൽ ക്ഷീണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു തരത്തിലും വി.ഡി. സതീശൻ ഒന്നിച്ച് മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. വി.ഡി. സതീശൻ രണ്ടാമതാണ് കണ്ടത്, ആദ്യം സുധാകരനാണ് കണ്ടത്. പക്ഷേ രണ്ടുപേരുടെ പ്രതികരണങ്ങളിലും രണ്ടുപേരും ഈ സംഭവത്തെ വളരെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞു. ജ്യേഷ്ഠ സഹോദരങ്ങളെ പോലെയാണ് തങ്ങൾ കാണുന്നത്, മാധ്യമങ്ങളാണ് ഈ വാർത്ത വളച്ചൊടിച്ചത്, മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് വൈകി എത്തിയതിനെ തുടർന്ന് താൻ ഈ രീതിയിലൊരു പരാമർശം നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ സുധാകരൻ പറഞ്ഞു. പിന്നീടും അതേ കാര്യം തന്നെ സുധാകരേട്ടൻ എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയായിരുന്നു വി.ഡി. സതീശൻ തൻ്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം നടത്തിയത്. അതിലും വി.ഡി. സതീശൻ ഇത് കാത്തിരുന്നും അടുത്തൊരാൾക്കുണ്ടാകുന്ന സ്വാഭാവികമായ നടപടിയാണ്, അത്തരത്തിലുള്ളൊരു പദപ്രയോഗമാണ്, അത് ഞാനും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതാണ് എന്ന രീതിയിൽ നിസ്സാരവൽക്കരിച്ചു. പക്ഷേ ഈ വിഷയം ബന്ധപ്പെട്ട് വി.ഡി. സതീശന് വലിയ പ്രതിഷേധമുണ്ട്. അത് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇരുവരുമായും തന്നെ സംസാരിക്കും. എന്താണെങ്കിലും രണ്ട് നേതാക്കളും സമരാഗ്നി ആലപ്പുഴ ജില്ലയിൽ 2 ദിവസം പൂർത്തിയായി, 2ാമത്തെ ദിവസമാണ് ഇന്ന്. ഇനി അടുത്ത വേദി അത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട തിരുവല്ലയിലേക്ക് രണ്ടുപേരും യാത്രയായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലയിലടക്കം, അതായത് നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് UDF-ന് നഷ്ടപ്പെട്ടപ്പോൾ, UDF-ന് ലഭിച്ചപ്പോൾ 1 സീറ്റ് മാത്രം നഷ്ടപ്പെട്ട മണ്ഡലമാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ താഴെ തട്ടിലടക്കമുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള എല്ലാ ചർച്ചകളും രാവിലെ തൊട്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. KC വേണുഗോപാലും വി.ഡി. സതീശനും സുധാകരനും ഒക്കെ തന്നെ ചേർന്ന് രാവിലെ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയത്തെ, സംസ്ഥാനത്തെ ഒട്ടാകെ സ്ഥാനാർത്ഥി നിർണ്ണയം, ഒപ്പം തന്നെ നാളെ ചേരുന്ന ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച നടത്തി. പക്ഷേ പിന്നാലെ ഉണ്ടായ സംഭവങ്ങൾ, അത് പുതുപ്പള്ളിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് വലിയ നാണക്കേട് ഉണ്ടാക്കിയെന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി പറയുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നു. ഒപ്പം മാധ്യമങ്ങൾ ഇതിൽ നൽകുന്ന വാർത്തകളെ അദ്ദേഹം പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്നു. ഹൈക്കമാൻഡ് ഇടപെട്ടു എന്നുള്ള വാർത്തയടക്കം. യഥാർത്ഥത്തിൽ ഇതിൽ വളരെ ഗൗരവത്തോടെ തന്നെ നേതൃത്വം ഈ വിഷയത്തെ കാണുന്നുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്കൊക്കെ പോകുന്നു. യാത്ര നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ തീർച്ചയായും ഉണ്ടാക്കുന്നത് വലിയ നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എത്രത്തോളം ഗൗരവത്തിൽ നേതൃത്വം കണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനീഷ്, അനുജ, ഇരുവരും തമ്മിലുള്ള യോജിപ്പില്ലായ്മ ഇല്ലാതാക്കാൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സംഘടന ശക്തമാക്കുക, ഇതിനോട് അനുബന്ധിച്ചാണ് സമരാഗ്നിയിൽ 3 നേതാക്കൾ, KC വേണുഗോപാലിനൊപ്പം 2 നേതാക്കളെയും, അതായത് സുധാകരനെയും വി.ഡി. സതീശനെയും ഒരുമിച്ച് തന്നെ സമരാഗ്നിയിൽ ഉടനീളം ഇവരെ പങ്കെടുപ്പിക്കുന്നത്. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് വരുത്താനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുമാണ്. പക്ഷേ ഉടനീളം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അത് പരസ്യമായി അത് മറനീക്കി പുറത്തു വരികയാണ്. എന്താണെങ്കിലും 10 മണിക്ക് പത്രസമ്മേളനം വെൽക്കുന്നു. ആ സമയത്ത് വി.ഡി. സതീശൻ താമസിച്ചെത്തുന്നു. പരസ്യമായി തൻ്റെ നീരസം സഹപ്രവർത്തകരുടെ, സംഘടനയിലുള്ള ആളുകളോട്, DCC അധ്യക്ഷനോട് പറയുന്നു. അതിൽ അസഭ്യവർഷം, അതായത് തൻ്റെ നീരസത്തിൽ താൻ അസഭ്യമായുള്ള വാക്ക് ഉപയോഗിക്കുന്നു. അത് മറ്റ് പ്രവർത്തകർ ചേർന്ന് തടയുന്നു. ആ രീതിയിൽ പരസ്യമായി തന്നെ സുധാകരൻ വി.ഡി. സതീശനുള്ള എതിർപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ വി.ഡി. സതീശനും സുധാകരനെ ഗൗനിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. പത്രസമ്മേളനം കാണുമ്പോൾ പത്രസമ്മേളനത്തിൻ്റെ അവസാനം വി.ഡി. സതീശനാണ് അത് അവസാനം നറേറ്റ് ചെയ്ത് അവസാനം കൺക്ലൂഷനിലേക്ക് എത്തി. പിന്നീട് ആ പത്രസമ്മേളനത്തിൽ സുധാകരനുമായി ഇരിക്കുമ്പോഴും പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത് വി.ഡി. സതീശൻ ഒറ്റയ്ക്ക് താൻ സതീശന് എഴുന്നേറ്റ് നിന്ന് പത്രസമ്മേളനം അവസാനിപ്പിച്ചു എന്ന് പറയുകയാണ്. എന്നാൽ എങ്കിൽ കെ സുധാകരൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കാര്യം പോലും അദ്ദേഹം ചോദിക്കുന്നു. അത്തരത്തിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും അറിയുന്നില്ല, അല്ലെങ്കിൽ അത്തരം കാര്യം പരസ്യപ്പെടുത്തുന്നു. ഇതിൽ ഹൈക്കമാൻഡ് കൃത്യമായി ഇടപെടുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ വി.ഡി. സതീശൻ തൻ്റെ പ്രതിഷേധം എന്താണെങ്കിലും ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. മാറി നിൽക്കാൻ തന്നെയാണ് തീരുമാനമെന്നാണ് നേരത്തെ പറഞ്ഞത്. അതായത് സുധാകരന് താനുമായുള്ള പ്രവർത്തനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ താൻ മാറി നിൽക്കാമെന്നുള്ള ഒരു കാര്യം വി.ഡി. സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ KC വേണുഗോപാൽ അതിനുള്ള താക്കീത് നൽകിയിട്ടുണ്ട്. അത് വേണ്ട, പക്ഷേ ഇടപെടാം. ഈ വിഷയത്തിൽ സുധാകരൻ ഇങ്ങനെ പരസ്യമായി പറഞ്ഞത് പാർട്ടിക്കും ഒക്കെ തന്നെ നാണക്കേടായ സംഭവമാണ്. ഈ സമരാഗ്നിയുടെ ആകെ ശോഭം തന്നെ കെടുത്തുന്ന രീതിയിലുള്ളൊരു നടപടിയാണ്.
അതുകൊണ്ട് തന്നെ വിഷയത്തിൽ ഇടപെടാം. പക്ഷേ നിലവിൽ സമരാഗ്നി കഴിയട്ടെ, തെരഞ്ഞെടുപ്പിനേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഈ വിഷയത്തിൽ ഇടപെടാമെന്ന ഉറപ്പാണ് നിലവിൽ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ VD സതീശന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ജില്ലയിലേക്ക് സമരാഗ്നി പിന്നീട് തുടരുന്നത്. അതെ, സമരാഗ്നി യാത്രയ്ക്കിടെ ഉണ്ടായ ഈ സംഭവവികാസങ്ങളാണ് ഇന്നിപ്പോൾ ഏറ്റവും വലിയ വാർത്തയായി മാറിയിരിക്കുന്നത്. ഇതിൽ ഹൈക്കമാൻഡ് ഗൗരവത്തിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഇന്ന് സംഭവിച്ച മറ്റു വാർത്തയിലേക്ക്. സീറ്റ് വിഭജനത്തിൽ ലീഗിന്റെ കടും പിടുത്തം. മൂന്നാം സീറ്റിൽ കോൺഗ്രസിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് കടന്ന മുസ്ലിം ലീഗ്. ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ച ചേരുന്ന നേതൃയോഗത്തിൽ തീരുമാനമെടുക്കും. നാളെയാണ് കോൺഗ്രസുമായുള്ള ലീഗിന്റെ നിർണായക ചർച്ച. ലീഗുമായുള്ള തർക്കം നീളുന്നത് മുന്നണിയുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന് K മുരളീധരൻ MP 24-നോട് പറഞ്ഞു. നാളത്തെ ചർച്ചയിൽ പ്രശ്നം എന്തായാലും പരിഹരിക്കും. കാരണം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഫീൽഡിലൊക്കെ മുന്നണി ഒരുമിച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. ഞങ്ങൾക്ക് അങ്ങനെ അർഹതയുടെ സർട്ടിഫിക്കറ്റ് അല്ല ആവശ്യം, സീറ്റാണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൽ ഐക്യം ശക്തിപ്പെടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് UDF-ൽ അത് ശക്തിപ്പെടും. ഞങ്ങൾ 20-20 ജയിക്കാനാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗ് മൂന്നാം സീറ്റ് ചോദിച്ചതിൽ തെറ്റില്ലെന്നും പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി മുന്നോട്ട് പോകൂവെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. ഒരു സംശയവുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? മുസ്ലിം ലീഗിനെ പോലുള്ളൊരു പാർട്ടി ഒരു സീറ്റും കൂടെ ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുന്നണി രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ. അവർ എല്ലാ കാലവും ഇത് ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചർച്ചകളുണ്ടാകും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഒരു മുന്നണി മുന്നോട്ട് പോവുക. അത് ഞങ്ങളുടെ ചർച്ചകളിൽ അന്തിമമായിട്ട് ഉരുത്തിരിഞ്ഞ് വരും. നാളത്തെ ചർച്ചയ്ക്ക് ശേഷം UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, വാർത്തകളല്ലേ. നമ്മുടെ 25-ാം തീയതി ആകുമ്പോഴേക്കും പൂർത്തിയാവും. ഞങ്ങൾ എല്ലാ ഘടകകക്ഷികളുമായിട്ട്, ലീഗ് ഒഴിച്ചുള്ള എല്ലാ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി. ലീഗ് നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അതിന്റെ അടുത്ത ദിവസം തന്നെ നടക്കും. അനൗപചാരികമായ കൂടിയാലോചനകൾ ദേശീയ നേതൃത്വമായിട്ടും സംസ്ഥാനത്തെ നേതാക്കളുമായിട്ടും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം സീറ്റ് വിഭജനം നീട്ടിക്കൊണ്ടുപോകാനാകില്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. 24 മണിക്കൂറിനകം അന്തിമ തീരുമാനമുണ്ടാകും. ലീഗിന്റെ മൂന്നാം സീറ്റ് കേരളത്തിലെ ഏത് മണ്ഡലവുമാകാമെന്നും ആലപ്പുഴയായാലും ജയസാധ്യതയുണ്ടെന്നും PMA സലാം പറഞ്ഞു. ഞങ്ങളെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ തീരുമാനം നാളെ ആവും. കിട്ടാത്ത പ്രശ്നമില്ലാന്ന്. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടാവും. ഇപ്പോൾ ലോക്സഭാ സീറ്റ് മാത്രമാണ് ചർച്ച. രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, കോൺഗ്രസ് തരാമെന്നും പറഞ്ഞിട്ടില്ല. നാളത്തെ തീരുമാനത്തിന് ശേഷം 27-ാം തീയതി ഞങ്ങളെ പാർട്ടി നേതൃയോഗം ചേരുന്നുണ്ട്. അതിൽ ഞങ്ങളെ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ സമീർ ബിൻ കരീമും സലിം മാലിക്കും തത്സമയം. ആദ്യം സമീർ ബിൻ കരീമിലേക്ക്. സമീർ, ഇപ്പോൾ PMA സലാം ഇന്ന് ഉച്ചയ്ക്ക് മുൻപാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല ലീഗ് എന്ന് കൃത്യമായി തന്നെ പറയാതെ പറയുന്നുണ്ട്. നാളെ തന്നെ തീരുമാനമുണ്ടാകും, ആ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുകയാണ്. ലോക്സഭാ സീറ്റ് എന്നതിനപ്പുറത്തേക്കൊരു ചിന്ത, രാജ്യസഭാ സീറ്റ് എന്ന കാര്യമൊന്നും നിലവിൽ പരിഗണനയിലില്ല എന്നുകൂടി പറഞ്ഞു വയ്ക്കുമ്പോൾ രണ്ടും കൽപ്പിച്ചാണ് മുസ്ലിം ലീഗ് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? അനുജ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാ പതിവ് വർഷങ്ങൾ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ആദ്യഘട്ടങ്ങളിൽ സീറ്റ് ആവശ്യപ്പെടുകയും പിന്നീട് അവസാന ഘട്ടത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയാണ് ലീഗിന്റെ പതിവ്. എന്നാൽ ഇത്തവണ അതില്ല. മൂന്നാം സീറ്റ് എന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുന്നു. തുടക്കം മുതലേ മുസ്ലിം ലീഗിന്റെ ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ മൂന്നാമതൊരു സീറ്റ് ലഭിക്കണം, അതല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് തങ്ങൾക്ക് നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തണം. ഇങ്ങനെയായിരുന്നു ലീഗിന്റെ കോൺഗ്രസ് മുന്നിലുള്ള ഡിമാൻഡ്. എന്നാൽ ഇത് രണ്ടും കോൺഗ്രസ് അംഗീകരിക്കാതായതോടെയാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ 2 ദിവസമായി കടുത്ത തീരുമാനത്തെക്കുറിച്ച് ആലോചിച്ചു. പ്രധാനമായും മൂന്നാമതൊരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് മുസ്ലിം ലീഗ് എത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോടാണ് മുസ്ലിം ലീഗ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. അത് മുന്നോടിയായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുമായി ചർച്ച നടത്തുകയും ആവശ്യമെങ്കിൽ മത്സരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇതോടുകൂടിയാണ് നാളെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ചർച്ചയും
ചർച്ചയും സജീവമാകുന്നുണ്ട്. ഈ ചർച്ചയിൽ അന്തിമ തീരുമാനം വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മൂന്നാമതൊരു സീറ്റ് ലഭിക്കുമെന്നുള്ള തീരുമാനം വന്നില്ലെങ്കിൽ ഈ ഒറ്റയ്ക്കുള്ള മത്സരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സൂചനകൾ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നാളത്തെ ഔദ്യോഗിക ചർച്ചകൾക്ക് മുന്നോടിയായി മൊബൈൽ ഫോൺ മുഖേനയുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുജ, ശരി, അതാണ് ലീഗിനെ സംബന്ധിച്ച് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് അവർ നിലപാട് കടുപ്പിക്കുന്നു. സലിം മാലിക്കിലേക്ക് കൂടി. സലിം, ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പറയുന്നു. കെ.സി. വേണുഗോപാൽ ആകട്ടെ പറഞ്ഞത് വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ ഒരു മുന്നണി സംവിധാനം മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ്. എന്നാൽ കെ മുരളീധരൻ ഇവർക്ക് അർഹതയുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ പറയുന്നുമുണ്ട്. മുസ്ലിം ലീഗിനൊപ്പം പൂർണ്ണമായി നിൽക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണോ? ഏതായാലും നാളെ നടക്കുന്ന യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ടല്ലോ. അനുജ, ഈ വിഷയത്തിൽ ഇപ്പോൾ അത് ആദ്യഘട്ടത്തേത് പോലെയല്ല. ഇപ്പോൾ അത് രണ്ട് പാർട്ടികളുടെയും ഒരു ഈഗോ ക്ലാഷ് എന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്രയധികം സമ്മർദ്ദങ്ങൾ കോൺഗ്രസിന് മുൻപിൽ വെച്ചതുകൊണ്ട് തന്നെ ഇനി അതിന് വഴങ്ങിയാൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നൊക്കെ പരസ്യമായി തന്നെ വാർത്തകളിലേക്ക് പോവുകയും കൂടി ചെയ്ത പശ്ചാത്തലത്തിൽ ഇനി ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങിയാൽ അത് ലീഗിനെ പേടിച്ചാകും എന്നുള്ള ഒരു ധ്വനി പുറത്തേക്ക് വരുമെന്നുള്ളൊരു ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല, കോൺഗ്രസ് ആദ്യം മുതൽ പറയുന്ന ചില കാര്യങ്ങളുമുണ്ട്. അത് കേരളത്തിൽ നിന്നുള്ള പരമാവധി സീറ്റിൽ കോൺഗ്രസ് എംപിമാരെ അയക്കേണ്ടതുണ്ട് എന്നതുൾപ്പെടെയുള്ള കോൺഗ്രസ് ഉയർത്തിയ വാദങ്ങളൊന്നും ലീഗ് അംഗീകരിക്കുന്നില്ല എന്ന നിലയിൽ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിക്ക് ഒരു സീറ്റ് വിഷയത്തിൽ തീരുമാനമെടുക്കാൻ പോലും കഴിയാത്ത പ്രതിസന്ധിയുണ്ട് എന്ന് തോന്നും എന്നൊരു ഈഗോ ക്ലാഷ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ അല്ല. ആദ്യഘട്ടത്തിൽ ഇതൊന്ന് പറഞ്ഞ് ചോദിച്ചു പോകാമെന്ന് കരുതിയിരുന്നതായിരിക്കണം. പക്ഷേ അത് കഴിഞ്ഞ് ആ ആവശ്യം വളർന്ന് മറ്റൊരു തലത്തിലേക്ക് എത്തിയതോടുകൂടി മൂന്നാം സീറ്റ് ഇല്ലാതെ പിന്മാറിയാൽ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളവും വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാവും അത്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ച ആര് ചെയ്യും എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ചില നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അത് ആദ്യഘട്ടത്തിൽ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമൊക്കെ ലീഗിന്റെ ആവശ്യമൊക്കെ ന്യായമാണ്, പക്ഷേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്ന നിലയിൽ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ലീഗിനെ ചൊടിപ്പിക്കാൻ നിന്നിരുന്നില്ല. ആദ്യഘട്ടം മുതൽ തന്നെ കെ മുരളീധരൻ എടുത്ത നിലപാടാവട്ടെ ലീഗിൽ കോൺഗ്രസിൽ നിന്നുകൊണ്ടൊരു ലീഗ് നേതാവ് പറയുന്ന തരത്തിലുള്ള അഭിപ്രായമായിരുന്നു. ലീഗിന് 5 or 6 സീറ്റ് വരെ അർഹതയുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നു. അതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ കെ മുരളീധരൻ നടത്തുന്ന നിരന്തരമായി ലീഗിനെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്ന പ്രസ്താവനയിൽ കോൺഗ്രസിനുള്ളിലെ നേതാക്കൾക്ക് വലിയ അമർഷമുണ്ട്. വടകര സീറ്റ് വിജയിക്കാൻ വേണ്ടി ലീഗിനെ പരമാവധി അനുനയിപ്പിക്കുന്ന ശ്രമമാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളൊരു നിലപാട് കോൺഗ്രസിലെ തന്നെ നേതാക്കൾക്കുണ്ട്. MM ഹസനാവട്ടെ അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. കെ മുരളീധരന് പറയുന്നത് പറയാം, പക്ഷേ ഒരു UDF കൺവീനർ എന്ന നിലയിൽ തനിക്കത് പറയാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുക കൂടി ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ KC വേണുഗോപാൽ അതിൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് കൃത്യമായി പറഞ്ഞത്. അതായത് മുന്നണിയിൽ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് മുസ്ലിം ലീഗിനെ തന്നെ ലക്ഷ്യം വെച്ച് 2 സീറ്റിനപ്പുറത്തേക്ക് നൽകാൻ കഴിയില്ല എന്നൊരു വാദത്തിലാണ് പറയുകയും ചെയ്യുന്നത്. ഇപ്പോഴും മുസ്ലിം ലീഗ് നേതാക്കൾ ആവർത്തിച്ച് രാജ്യസഭാ സീറ്റ് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് ഇപ്പോൾ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചാൽ ഈ ആവശ്യത്തിൽ നിന്ന് പുറകോട്ട് പോകാം എന്ന് അറിയിച്ചിട്ടുണ്ട്, അനൗദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം രാജ്യസഭാ സീറ്റ് നൽകിയാൽ നിലവിൽ രാജ്യസഭാ എംപിമാരുടെ എണ്ണം മുസ്ലിം ലീഗിന് 2ഉം കോൺഗ്രസിന് 1 എന്ന നിലയിലേക്ക് ചുരുങ്ങും. അതെന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ക്ഷീണമായതുകൊണ്ട് തന്നെ ആ ഒരു ഫോർമുലയെ കോൺഗ്രസ് അംഗീകരിക്കാൻ ഇടയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനുജ, അതെ, അതുകൊണ്ട് തന്നെ നാളെ നടക്കാനിരിക്കുന്ന ചർച്ചകൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നു. നാളെ ഒരു തീരുമാനമുണ്ടാകും എന്നതാണ് ലീഗ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നടക്കുന്ന ലീഗ് നേതൃയോഗവും വളരെ നിർണായകമാകും. ഒറ്റയ്ക്ക് മത്സരിക്കണമെങ്കിൽ ആ തരത്തിലേക്ക് തന്നെ നീങ്ങണം എന്നുള്ളതാണ് ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. ഇത് സംബന്ധിച്ച് ധാരണയായി. പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ മത്സരിപ്പിക്കാനാണ് നീക്കം. PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന് BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട OBC മോർച്ച നേതാവ് രൺജീത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ രൺജീത്ത് സ്ഥാനാർത്ഥിയായേക്കും. 16 സീറ്റുകളിൽ BJPയും 4 സീറ്റുകളിൽ BDJSും മത്സരിക്കാനാണ് ധാരണ. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ആര് എന്നതിൽ പല പേരുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടത്. അതിലൊരു പേര് രാജീവ് ചന്ദ്രശേഖറിൻ്റെതായിരുന്നു താനും. ഇപ്പോൾ അത് ഉറപ്പിക്കുന്നു എന്നതാണോ? ഒപ്പം പത്തനംതിട്ടയിൽ സംഭവിക്കുന്നത് എന്താണ്?
അനുജ, തൃശ്ശൂരിനെ പോലെ തന്നെ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അവരുടെ സ്റ്റാർ ക്ലാസ് മണ്ഡലത്തിൽ സ്വാഭാവികമായും ദേശീയ മുഖം തന്നെ വരണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യമായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് തീരുമാനിച്ച മട്ടിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. മാത്രമല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിക്കാനാണ് ആലോചന. അതിനിടയിൽ സീറ്റുകൾ തമ്മിൽ ധാരണയുമായിട്ടുണ്ട്. കോട്ടയം, മാവേലിക്കര, ഇടുക്കി, ചാലക്കുടി എന്നീ സീറ്റുകളായിരിക്കും BDJSന് നൽകുക. കോട്ടയത്ത് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ BDJSന് കാര്യമായ എതിർപ്പുണ്ട്. പത്തനംതിട്ടയിൽ PC ജോർജ് സ്ഥാനാർത്ഥിയായാൽ സഹകരിക്കില്ല എന്ന് ഇതിനോടകം തന്നെ BDJS വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്തനംതിട്ടയിൽ നിന്ന് PC ജോർജ് ആ സാധ്യത മങ്ങുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യ ലിസ രഞ്ജിത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചനയുണ്ട്. സന്ദീപ് ബജസ്പതിയുടെ പേരും പരിഗണിക്കുന്നു എന്നുള്ളതാണ് വിവരം. ആലത്തൂരിൽ SC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജിമോൻ വട്ടക്കാട് സ്ഥാനാർത്ഥിയാകുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അനുജ, അതാണ് BJPയുടെ സാധ്യതാ പട്ടിക പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തത ഇന്നത്തെ കാര്യങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനത്തിനുള്ള 3-അംഗ സർക്കാർ പട്ടിക ഗവർണർ തിരിച്ചയച്ചു. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വിശദീകരണം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, എന്താണ് രാജ്ഭവന്റെ വിശദീകരണം? അനുജ, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ രാജ്ഭവൻ, അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില നടപടികൾ രാജ്ഭവൻ എടുക്കുന്ന നിലപാട് നമുക്കറിയാം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു കാര്യത്തിൽ കൂടി ഒരു തടസ്സം, ഒരു മടക്കി അയക്കൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. 3-അംഗ ഈ പട്ടിക അത് സർക്കാർ രാജ്ഭവനിലേക്ക് അയച്ചിരുന്നു. ആ 3-അംഗ പട്ടികയാണ് ഇപ്പോൾ ഗവർണർ തിരിച്ചയച്ചിട്ടുള്ളത്. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. മാത്രവുമല്ല, അതുമായി ബന്ധപ്പെട്ട പട്ടിക കൂടുതൽ സുതാര്യമാക്കണം നിർദ്ദേശം നൽകിയിട്ടുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. സർക്കാർ നൽകിയ പേരുകളിൽ ആ പേരുകളെ സംബന്ധിച്ച ചില വിമർശനങ്ങൾ, അതടക്കമുള്ള ചില പരാതികൾ അത് രാജ്ഭവൻ ലഭിച്ചിട്ടുണ്ട്. അക്കാര്യം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും രാജ്ഭവൻ ഈ വിഷയത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. അനുജ, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. ആപ്പിന് കൈകൊടുത്ത് കോൺഗ്രസ്. ഡൽഹി, ഗുജറാത്ത്, ഹരിയാന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആം ആദ്മി സീറ്റ് ധാരണയായി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി 4 സീറ്റിലും കോൺഗ്രസ് 3 സീറ്റിലും മത്സരിക്കും. ഹരിയാനയിൽ 1 സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുമ്പോൾ 9 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. ചണ്ഡീഗഡ് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. പഞ്ചാബിൽ ഇരു പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കാനാണ് ധാരണ. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഏതായാലും വലിയ പ്രതിസന്ധികളോ ഒന്നുമില്ലാതെ, തടസ്സങ്ങളോ ഒന്നുമില്ലാതെ ഒരു സീറ്റ് ധാരണ, അതിൻ്റെ സംയുക്ത വാർത്താ സമ്മേളനമാണ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടത്. ഗുജറാത്തിൽ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്നതാണെന്ന് തോന്നുന്നു. ഗുജറാത്തിലെ ഭറൂച്ച് അത് കോൺഗ്രസിൻ്റേതാണ്. അഹമ്മദ് പട്ടേലിൻ്റെ കുടുംബം ആ സീറ്റിന് വേണ്ടി ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ അതൊക്കെ തള്ളിക്കൊണ്ട് അത് ആം ആദ്മി പാർട്ടിക്ക് വിട്ടു നൽകുന്നു. മറുപക്ഷത്ത് ഗോവയും ചണ്ഡീഗഡുമൊക്കെ ആം ആദ്മി പാർട്ടിയും തിരിച്ചു നൽകുന്നു എന്ന തരത്തിലേക്ക് എങ്ങനെ വിശദീകരിക്കാം? അനുജ, ഇന്ത്യ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ് ഈ ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിൽ ഈ കണ്ടിരിക്കുന്ന ഒരു വിജയം. കാരണം നേരത്തെ ഇത് സംബന്ധിച്ച ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ആം ആദ്മി പറഞ്ഞത് ഈ സീറ്റ് വിഭജന ചർച്ചകൾ വൈകുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനെല്ലാം ഇപ്പോൾ ഒരു വിജയം കണ്ടിരിക്കുന്നു. നിലവിലിപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിൽ ആ നേരത്തെ പ്രവചിച്ചതുപോലെ തന്നെ ആം ആദ്മി 4 ഇടങ്ങളിലും കോൺഗ്രസ് 3 ഇടങ്ങളിലുമാണ് മത്സരിക്കാനായി ഒരുങ്ങുന്നത്. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പരിശോധിച്ചാൽ ഗുജറാത്തിൽ 2 ഇടങ്ങൾ, അത് ഈ ഭറൂച്ച്, അവിടെ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേൽ ഈ ഭറൂച്ച് മണ്ഡലം ആം ആദ്മിക്ക് നൽകുന്നതിൽ എതിർപ്പറിയിച്ചിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് വിജയ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടാണ് അത് ആം ആദ്മിക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിനു പുറമെ ഭാവ്നഗറിൽ കൂടി ആം ആദ്മി മത്സരിക്കും. ബാക്കിയുള്ള സീറ്റുകളിൽ കോൺഗ്രസ് ആയിരിക്കും മത്സരിക്കുന്നത്. ഹരിയാനയിലേക്ക് വരുമ്പോഴും ആം ആദ്മി അത്ര ശക്തമായ ഒരു പാർട്ടിയല്ല. അതുകൊണ്ട് തന്നെ ഒരു സീറ്റിൽ അവിടെ ആം ആദ്മി മത്സരിക്കും. ബാക്കിയുള്ള സീറ്റുകളിൽ 9 സീറ്റുകളിലും കോൺഗ്രസ് ആയിരിക്കും മത്സരിക്കുക. ഗോവയിലെ 2 സീറ്റുകളിലും ചണ്ഡീഗഡിലെ 1 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കും. അങ്ങനെയാണ് ഈ സീറ്റ് വിഭജനങ്ങൾ ചർച്ചകൾ ഇപ്പോൾ പൂർത്തിയായി. അത് ഇപ്പോൾ കോൺഗ്രസും ആം ആദ്മിയും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. പൊതുവെ അവർ ചൂണ്ടിക്കാട്ടുന്നത് BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനായി
ഈ വിജയ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത് എന്നാണ് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോഴും ഉയർന്ന മറ്റൊരു ചോദ്യം ബംഗാളിലെ സ്ഥിതിയെക്കുറിച്ചാണ്. അവിടെ ഇപ്പോഴും ഈ സീറ്റ് വിഭജന ചർച്ചകളിൽ ഒരു ഫലസൂചന പോലും പുറത്തു വന്നിട്ടില്ല. നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും യാതൊരു തരത്തിലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ തരത്തിലേക്ക് തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. അതൊരു പ്രതിസന്ധിയായി തന്നെ തുടരുന്നുണ്ട്. അപ്പോഴും ഒരു പ്രതീക്ഷയുടെ വക നൽകുന്നതാണ് ഈ സമാജ്വാദി പാർട്ടിയുമായുള്ള സീറ്റ് വിഭജനത്തിലെ വിജയവും അതുപോലെ തന്നെ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ ഇപ്പോൾ ഈ സീറ്റ് വിഭജനത്തിലും ഒരു വിജയം കണ്ടിരിക്കുന്നത്. അനുജ, ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സീറ്റ് ധാരണയായി. അതിന്റെ വിവരങ്ങളാണ് ആർ അച്യുതൻ നൽകിയത്. ഇനി ദേശീയ തലത്തിൽ തന്നെ ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്ത, വരുൺ ഗാന്ധി BJP വിട്ടേക്കുമെന്ന് റിപ്പോർട്ട്. പിലിഭിത്തിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ വരുൺ ഗാന്ധി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട്. 2 വർഷമായി BJP നേതൃത്വവുമായി അകൽച്ചയിലാണ് വരുൺ ഗാന്ധി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, BJPയുടെ നയങ്ങളെ തന്നെ തുറന്ന് എതിർക്കുന്ന വരുൺ ഗാന്ധി ഒരു കാലത്തൊക്കെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം അത് സ്ഥിരം ആക്കുന്നു. അദ്ദേഹം പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു, കോൺഗ്രസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുൻപൊക്കെ കേട്ടതാണ്. ഇപ്പോൾ സമാജ്വാദി പാർട്ടിയിലേക്കാണ് എന്നത് ഉറപ്പിക്കാമോ? അനുജ, BJP നേതൃത്വവുമായി വരുൺ ഗാന്ധി അടുത്ത ബന്ധമല്ല ഏറെക്കാലമായി പുലർത്തുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ തലത്തിലേക്ക് എത്തിയത് മുതൽ തന്നെ ആ ഒരു അകൽച്ച ഏതാണ്ട് പ്രകടമാണ്. 2017 അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉത്തർപ്രദേശിൽ പരിഗണിക്കപ്പെട്ടിരുന്നു ആദ്യഘട്ടത്തിലെങ്കിൽ, പിന്നീട് പൂർണ്ണമായും തഴയപ്പെടുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മാതാവ് മേനകാ ഗാന്ധിക്കും മന്ത്രിപദം ഉൾപ്പെടെ നിഷേധിക്കപ്പെട്ട സാഹചര്യമുണ്ട്. ഇതിന് ശേഷമുണ്ടായി കഴിഞ്ഞ 5 വർഷങ്ങളിൽ, പ്രത്യേകിച്ചും കഴിഞ്ഞ 2 വർഷത്തോളമായി BJP നേതൃത്വത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ തുറന്നെതിർക്കുന്നുണ്ട് വരുൺ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിലൂടെ. ഇതിൻ്റെ തുടർച്ചയായാണ് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുമായി പലയിടങ്ങളിലും അനൗദ്യോഗികമായ കൂടിക്കാഴ്ചകൾ നടന്ന ഘട്ടത്തിലാണ് വരുൺ കോൺഗ്രസിലേക്ക് എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നത്. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP നടത്തിയ ആഭ്യന്തര സർവേയുടെ റിപ്പോർട്ട് പുറത്തു വന്ന ഘട്ടത്തിൽ മണ്ഡലവുമായി ബന്ധമില്ലാത്ത MP പട്ടികയിൽ വരുൺ ഗാന്ധിയുടെ പേര് ഉൾപ്പെട്ടിരുന്നു. അതോടെയാണ് അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെടും എന്ന അഭ്യൂഹങ്ങൾ പടർന്നത്. എന്നാൽ അത്തരത്തിൽ ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ അദ്ദേഹം തയ്യാറായിരിക്കുന്നു. BJP വിട്ടുകൊണ്ട് അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പീലിഭത്തിൽ തന്നെ തൻ്റെ സിറ്റിംഗ് മണ്ഡലമായ പീലിഭത്തിൽ മത്സരിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ തുറന്ന പ്രതികരണത്തിന് തയ്യാറല്ല. BJP നേതൃത്വവും ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് തയ്യാറല്ല. BJP സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ അദ്ദേഹം പീലിഭത്തിൽ മത്സരിക്കും എന്ന ഉറപ്പാണ്. 1999 മുതൽ ഇങ്ങോട്ട് ഇതുവരെയും മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും മാത്രമാണ് പീലിഭത്ത് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ലോക്സഭയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പീലിഭത്തിൽ നിന്നും ഏതു പാർട്ടിയിൽ മത്സരിച്ചാലും ജയിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. കഴിഞ്ഞ തവണ 57% വോട്ടുകൾ നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. ഇതെല്ലാം തന്നെയാണ് ഇത്തരത്തിലൊരു ആത്മവിശ്വാസത്തിന് കാരണവും. അതേസമയം ഇന്ത്യ സഖ്യം പ്രധാനമായും സമാജ്വാദി പാർട്ടി BJPക്ക് കനത്ത ഒരു പ്രഹരം ഇതിലൂടെ നൽകാമെന്നാണ് കണക്കാക്കുന്നത്. പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസുമായി അദ്ദേഹം അകൽന്നു നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായും അടുത്ത ബന്ധം വ്യക്തിപരമായി വരുൺ ഗാന്ധി പുലർത്തുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ഇവരുടെ കൂടി ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് വരുൺ നീങ്ങിയത് എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അനുജ, വരുൺ ഗാന്ധി BJP വിടുന്നു എന്ന അഭ്യൂഹമാണ് നിലവിൽ പ്രചരിക്കുന്നത്. പീലിഭിത്തിൽ നിന്ന് തന്നെ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സമാജ്വാദി പാർട്ടി ടിക്കറ്റിലാകും മത്സരിക്കുക. എന്നാൽ ഇതിലൊന്നും ഔദ്യോഗിക സ്ഥിരീകരണമായിട്ടില്ല എന്നാണ് ബൽറാം നെടുങ്ങാടി നൽകിയ വിവരം. ഇനി നമ്മൾ പോകുന്നത് ആറ്റുകാലിലേക്ക്. ഭക്തി നിറവിൽ പൊങ്കാലയ്ക്കൊരുങ്ങി അനന്തപുരിയും ആറ്റുകാൽ ക്ഷേത്രവും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നാളെ രാവിലെ 10:30 പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 2:30 നിവേദ്യം. പൊങ്കാല സമർപ്പണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് 24 ഒരുക്കിയിട്ടുള്ളത്. സ്മിത ഹരിദാസ് ക്ഷേത്ര പരിസരത്ത് നിന്ന് തത്സമയം. സ്മിത, നാളെ ഇപ്പോൾ അവധി ദിനം കൂടിയാണ്. അതുകൊണ്ട് സാധാരണ നമ്മൾ കാണുന്നതിൽ കൂടുതൽ ഭക്തർ അങ്ങോട്ടേക്ക് എത്തുമെന്ന കണക്കുകൂട്ടലിലാണോ ഇത്തവണത്തെ തയ്യാറെടുപ്പുകൾ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ അനുജ, ഈ സാധാരണയിൽ കൂടുതൽ തീർച്ചയായിട്ടും ഭക്തർ എത്തും എന്നുള്ളതിന് ഒരു സംശയമില്ല. കാരണം
കഴിഞ്ഞ 2 ദിവസമായിട്ട്, ഇന്നലെ നമ്മൾ എത്തിയതാണ്, ഇന്ന് അതിരാവിലെ മുതൽ വലിയ തിരക്കാണ്. അതായത് ആറ്റുകാൽ പൊങ്കാലയുടെ അന്ന് ഏത് രീതിയിലുള്ള തിരക്കുണ്ടാവുമോ, ക്ഷേത്ര ദർശനത്തിനായി ക്യൂ ഒക്കെ നീണ്ട നിരയാണ്, കിലോമീറ്ററുകൾ നീണ്ട നിരയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 4:30 മണി കഴിഞ്ഞ് 5 ആകുന്നു. അപ്പോഴും ഈ തിരക്കുകൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ദേവീ ദർശനത്തിന് എത്തിയവരാണ് ഇവർ അങ്ങനെ ദേവീ ദർശനം നടത്തി അങ്ങനെ തന്നെ തിരിച്ചു പോകാനല്ല സാധാരണ പോലെ, നാളെ പൊങ്കാലയിട്ട് നിവേദിച്ചിട്ട് അത് കഴിഞ്ഞ് മാത്രം തിരിച്ചു പോകാൻ വേണ്ടി വന്നവരാണ്. 2 ദിവസം മുൻപേ വന്നവരുണ്ട്, ഇന്ന് അതിരാവിലെ എത്തിയവരുണ്ട്. ഒരു വശത്ത് നിന്ന് ഇങ്ങനെ ദേവിയെ ദർശിക്കാനുള്ളവരുടെ ക്യൂ, അത് ഒരു വശത്ത് കൂടെ പോകുമ്പോൾ മറുവശത്ത് നല്ല രസകരമായ ചില കാഴ്ചകളും നമ്മൾ കണ്ടു. അപ്പുറത്തെ വശത്തൊക്കെ ഇങ്ങനെ പൊങ്കാലയടുപ്പ് അതിനുള്ള സ്ഥലമൊക്കെ പിടിച്ച് നഗരത്തിലെ പലയിടങ്ങളിലായൊക്കെ തന്നെ ഈ മൈതാനത്തുണ്ട്, അവിടെയൊക്കെ ഈ സ്ഥലം പിടിച്ചു കഴിഞ്ഞിട്ട് അവരെല്ലാവരും തിരിച്ചു വന്ന് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ അവിടെ വിശ്രമിക്കാനിരിക്കുന്നത് പോലെ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ക്യൂ ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ ചൂടൊക്കെ അങ്ങ് ഒന്ന് ആറിക്കഴിയുമ്പോൾ വീണ്ടും ക്ഷേത്ര ദർശനത്തിന് ദേവിയെ കണ്ട് ഒരു നോക്ക് കാണാൻ വേണ്ടി തന്നെ കാത്തിരിക്കുന്നവരാണ് അവർ വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഈ തിരക്ക് കണ്ടില്ലേ അനുജ, ഈ തിരക്ക് നിയന്ത്രിക്കാനായി പോലീസ് ഒരുപാട് പാടുപെടുന്നത് നമ്മൾ ഉച്ചയ്ക്കൊക്കെ കണ്ടതാണ്. പക്ഷെ വൈകിട്ടായപ്പോഴേക്കും ഈ ചൂടിങ്ങനെ കുറഞ്ഞു വരുന്നത് പോലെ തന്നെ അവരുടെ ആ ഒരു അത്തരത്തിലുള്ള ഒരു ദേഷ്യവും അല്ലെങ്കിൽ പരാതിയും പരിഭവം ഒക്കെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സമാധാനത്തോടെ വളരെ ക്ഷമയോടെ ദേവിയെ കണ്ട് തൊഴുവാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. കൂട്ടത്തോടെ വരും. ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച ഇന്ന് രാത്രിയാണ് ഉണ്ടാവുക. അതായത് സ്ത്രീകൾ ഇങ്ങനെ കൂട്ടത്തോടെ നഗരത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ച. ദീപാലങ്കാരങ്ങളാൽ വളരെ മനോഹരമായിരിക്കും ക്ഷേത്രവും തിരുവനന്തപുരം നഗരം മുഴുവനും. അവിടെ ഇങ്ങനെ ഒരൊറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കാം. അവിടെ എവിടെയൊക്കെ ആയിട്ട് കലാപരിപാടികളൊക്കെ അരങ്ങേറും. അപ്പൊ അതൊക്കെ കാണുക. കുറച്ച് കപ്പലണ്ടിയൊക്കെ കുറിച്ച് ഇങ്ങനെ കലങ്ങൾ വാങ്ങുന്നവർ, പുതുകലങ്ങൾ വാങ്ങുന്നവർ, നാളികേരം വാങ്ങാൻ എത്തുന്നവർ, അരിയും നാളികേരവും നെയ്യും അങ്ങനെ അതിന്റെ നാളത്തേക്ക് പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവർ, കൂടെ കൊണ്ടുവന്നവർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ വളരെ മനോഹരമായ ചില കാഴ്ചകളും നമുക്ക് ഇന്ന് രാത്രി കാണാൻ കഴിയും. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വൈകിട്ടായപ്പോഴേക്കും തന്നെ വൻ ഭക്തജന തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്ന ആ പേരിന്, ആ വിശേഷണത്തിന് ഏറ്റവും അക്ഷരാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണ് എന്നുള്ള കാഴ്ച ഇതിൽ നിന്ന് കാണാം. ഭൂരിപക്ഷവും സ്ത്രീ ഭക്തജനങ്ങൾ തന്നെയാണ് ഇവിടെ നിറഞ്ഞിരിക്കുന്നത്. പക്ഷെ പുരുഷന്മാരും ഒരുപാട് പേരെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അനുജ. നാളെയാണ് പൊങ്കാല, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് സ്മിത ഹരിദാസ് നൽകിയത്. മലപ്പുറം എടവണ്ണപ്പാറയിലെ 17-കാരിയുടെ മരണത്തിൽ പ്രതിയായ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിക്ക് കുരുക്ക് മുറുകുന്നു. സിദ്ദിഖ് അലിക്കെതിരെ പെൺകുട്ടി അധ്യാപകൻ അയച്ച ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. സഹായം അഭ്യർത്ഥിച്ചയച്ച വാട്സാപ്പ് സന്ദേശമാണ് പുറത്തു വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉറപ്പ് കൊടുക്കാന്നുള്ളത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ആ വ്യക്തിയെ വീണ്ടും കാണുക എന്നുള്ളത് പോലും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം പക്ഷേ ഈ ലീഗലി കേസ് കൊടുക്കണോ വേണ്ടത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിംഗ് ഡോട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ സാറോടൊക്കെ ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ സാറിന് റിലീജിയസ് സൈഡും കൂടെ സംസാരിച്ചല്ലോ. കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് സാറിന് 3 മക്കളാണ്. അപ്പം രണ്ടാമത്തെ മോളും ഞാനും സെയിം ഏജാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് കരാത്തെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്തതൊക്കെ. അപ്പം അവർക്ക് പിന്നീട് ഒരു പോസ്കോ കേസിൽ അവർക്കായ ഒരു ഫാദറിന്റെ ഡോട്ടർ എന്നുള്ള പേരിൽ അവർക്ക് പിന്നീട് അതൊരു ഡ്രമാറ്റിക് ഇഷ്യൂ ആവുകയും അല്ലെങ്കിൽ അവർക്കത് പിന്നെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ടാവുക എന്നുള്ളത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം പർസനെടുത്തും എന്നോടൊരാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തിരിച്ച് എന്നെ ഉപദ്രവിക്കാത്തവർക്ക് അതൊരു ഉപദ്രവമായിട്ട് ഞാൻ ഈ കേസ് കൊടുക്കുന്നത് മാറുമോ എന്നുള്ളത് ഒരു കൺസേൺ ആണ്. കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് അന്ന് പോലീസിൽ അറിയിക്കാതിരുന്നതെന്ന് അധ്യാപകൻ പറഞ്ഞു. ആൺകുട്ടികളെയും പ്രതി പീഡനത്തിനിരയാക്കിയെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി കരാട്ടെ പരിശീലനത്തിന് പോയ കുട്ടിയുടെ മാതാവ് ഇന്ന് രംഗത്തെത്തി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, വളരെ ഗുരുതരമായൊരു കാര്യമാണ്. കൂടുതൽ കുട്ടികളെ പീഡനത്തിനിരയാക്കിയിട്ടുണ്ട് എന്ന തരത്തിലേക്കൊക്കെ ഇന്നലെ തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതാണ്. ഈ കുട്ടി വളരെ ഗുരുതരമായൊരു വിഷയം അധ്യാപകനെ അറിയിക്കുമ്പോൾ അതിൽ എന്തുകൊണ്ടാണ് നടപടിയിലേക്ക് പോകാതിരുന്നത് എന്നതാണ് അധ്യാപകന്റെ ന്യായീകരണം.
അനുജ, അധ്യാപകൻ ഇതിന് പറയുന്ന ഒരു മറുപടി, ഒരു വിശദീകരണം, ആ കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് താൻ മറ്റ് നടപടികളിലേക്ക്, അതായത് ചൈൽഡ് ലൈനിനെ അറിയിക്കുക അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക തുടങ്ങിയ നടപടികളിലേക്ക് താൻ നീങ്ങാതിരുന്നത് കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് എന്നുള്ളതാണ്. കുട്ടിയോട് താൻ ആരാഞ്ഞിരുന്നു, നമുക്ക് അതായത് ലീഗലി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന കാര്യം കുട്ടിയോട് ആരാഞ്ഞിരുന്നു. ഒപ്പം തന്നെ കുട്ടിയുടെ രക്ഷിതാക്കളെ താൻ ബന്ധപ്പെട്ടിരുന്നു എന്ന കാര്യം കൂടി ഈ അധ്യാപകൻ പറയുന്നുണ്ട്. ഈ അധ്യാപകൻ കുട്ടിയെ ഒരു സ്വകാര്യ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പഠിപ്പിച്ച അധ്യാപകനാണ്. ഈ കുട്ടി, ഈ ശബ്ദ സന്ദേശം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, കുട്ടി അധ്യാപകനോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. തൻ്റെ നിസ്സഹായാവസ്ഥ വിവരിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഈ കരാട്ടെ മാസ്റ്ററിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവം ഈ ശബ്ദ സന്ദേശത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. കാരണം ആ കരാട്ടെ മാസ്റ്ററുടെ മുന്നിലേക്ക് തനിക്കിനി പോകാൻ സാധിക്കില്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. ലീഗലി, അതായത് നിയമ നടപടിയുമായി കേസുമായി മുന്നോട്ട് പോകാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ഏത് രീതിയിലാണ് അതിൻ്റെ തുടർ നടപടികൾ വരിക എന്നുള്ളതിനെക്കുറിച്ചുള്ള അവ്യക്തതയും ആ കുട്ടിക്കുണ്ട്. അതിനാൽ തന്നെയാകാം കുട്ടി ഇങ്ങനെ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യാപകൻ ഒരു വാട്സപ്പ് സന്ദേശം അയക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുടെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് താൻ ആ സമയത്ത്, കുട്ടി തന്നോട് ഇക്കാര്യം അറിയിച്ച സമയത്ത് തന്നെ പോലീസുമായി ബന്ധപ്പെടാതിരുന്നത് എന്നുള്ളതാണ് ഈ അധ്യാപകൻ നൽകുന്ന ഒരു വിശദീകരണം. ഒപ്പം തന്നെ അനുജ ആദ്യം ചോദിച്ചതുപോലെ തന്നെ കൂടുതൽ തെളിവുകൾ, കൂടുതൽ ആരോപണങ്ങൾ ഈ അധ്യാപകനെതിരെ, കരാട്ടെ മാസ്റ്റർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഇതേ കരാട്ടെ മാസ്റ്റർക്ക് കീഴിൽ പഠിച്ച മറ്റൊരു കുട്ടിയുടെ മാതാവാണ് നേരത്തെ രംഗത്തെത്തിയത്. ആ മാതാവ് പറയുന്നത് പല രീതിയിൽ പല ആൾക്കാരെ, പല കുട്ടികളെ ഇത്തരത്തിൽ ഈ കരാട്ടെ മാസ്റ്റർ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. തൻ്റെ കുട്ടിയും ഇതുപോലെ ആ കരാട്ടെ മാസ്റ്റർക്ക് കീഴിൽ കരാട്ടെ പഠിക്കാനായി ചെന്നിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി താൻ കുട്ടിയെ തിരിച്ചു വിളിച്ചു. പെൺകുട്ടികൾക്കൊപ്പം ആൺകുട്ടികളും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം അവിടെ നിന്ന് നേരിടുന്നുണ്ട്, മോശം സാഹചര്യം അവിടെ നിന്ന് നേരിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഗുരുതരമായ വെളിപ്പെടുത്തൽ കൂടി ഈ ഒരു സാഹചര്യത്തിൽ വരുന്നുണ്ട്. ഏതായാലും ഇയാളുടെ ചെയ്തികളെക്കുറിച്ച് കൂടുതൽ ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ മൊഴി ശേഖരിക്കാനുള്ളൊരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. അനുജ, അഭിജിത്ത്, ഇതിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തുവെന്ന വാർത്ത നേരത്തെ വന്നല്ലോ, അതിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി. അനുജ, ബാലാവകാശ കമ്മീഷൻ നേരത്തെ കേസ് എടുത്തിട്ടുണ്ട്. ഈ കരാട്ടെ അധ്യാപകനെതിരെ ഈ കൂടുതൽ കുട്ടികളുടെ ഒരു പരാതി വന്ന ഒരു സാഹചര്യത്തിലാണ് സ്വമേധയാ കേസെടുക്കാനുള്ള ബാലാവകാശ കമ്മീഷന്റെ തീരുമാനം. വഴുതക്കാട് കേസ് അന്വേഷിക്കുന്ന വഴുതക്കാട് സ്റ്റേഷൻ, വഴുതക്കാട് CIയോട് ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ടും കൂടി ഈ ഒരു ഘട്ടത്തിൽ കമ്മീഷൻ തേടിയിട്ടുണ്ട്. ഏതായാലും ആ ഒരു രീതിയിൽ കൂടി ഈ കേസ്, ബാലാവകാശ കമ്മീഷന്റെ കേസോടുകൂടി ഈ ഒരു സാഹചര്യത്തിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം കൂടി ഉണ്ടാകുന്നത്. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ വിശദമായ ഒരു പരിശോധനയിലേക്ക്, മൊഴികൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം നിലവിൽ കടന്നിട്ടുണ്ട്. അനുജ, ശരി, കരാട്ടെ മാസ്റ്റർക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ വരുന്നു. പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്ക് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള വിശദീകരണം വരുന്നു. ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് വിപുലമായ തോതിൽ തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടിയിലെ CPIM നേതാവിന്റെ കൊലപാതകം ആസൂത്രിതം, മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് PV സത്യനാഥനെ കൊലപ്പെടുത്തിയതെന്ന് പ്രതിയുടെ മൊഴി പുറത്തുവന്നു. അവഗണന സഹിക്കാതായപ്പോഴാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി അഭിലാഷ് പോലീസിനോട് പറഞ്ഞു. ഗൾഫിൽ നിന്ന് വാങ്ങിയ കത്തിയാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത്. കൊലപാതകത്തിന് ശേഷം കത്തി അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നും അഭിലാഷ് മൊഴി നൽകി. മിഥില ബാലൻ വിവരങ്ങളുമായി. മിഥില, നേരത്തെ തന്നെ കുറ്റം സമ്മതിച്ചതാണ് പ്രതി. ഇതിലെന്ത് കാരണം എന്നുള്ളതിൻ്റെ കൂടുതൽ വിവരങ്ങളാണല്ലോ ഇന്നിപ്പോൾ പുറത്തു വരുന്നത്. പാർട്ടിയിൽ നിന്ന് താൻ നേരിട്ട അവഗണന, അതിനുള്ള വിരോധം തീർത്തതാണ് ഈ കൊല എന്നാണോ പ്രതി പറഞ്ഞത്? രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ ഉണ്ടായ വൈരാഗ്യം, വ്യക്തിവൈരാഗ്യം, അതാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. താൻ പാർട്ടിയിൽ അവഗണന നേരിടുന്നു, തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് അഭിലാഷ് കടന്നത്. പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതിനു പിന്നിൽ ഈ സത്യനാഥ് ആണെന്നാണ് അഭിലാഷ് കരുതുന്നത്. അങ്ങനെയാണ് ആ ഒരു കൊലപാതകത്തിലേക്ക് താൻ എത്തിയത്. മാത്രമല്ല, തന്നെ മറ്റു പാർട്ടിക്കാർ ആക്രമിച്ച സമയത്ത് തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സത്യനാഥിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതും അഭിലാഷിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റപ്പെടുത്തുന്നതായ ഒരു വികാരമായിരുന്നു അഭിലാഷിനുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് കൃത്യമായ ഒരു ആസൂത്രണത്തോടെ
കത്തി ഉൾപ്പെടെ കയ്യിൽ കരുതിക്കൊണ്ടുള്ള ഒരു കൊലപാതകത്തിലേക്ക് അഭിലാഷ് വന്നത്. അമ്പലത്തിൽ സത്യനാഥ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ പ്രതി അഭിലാഷ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നിലൂടെ എത്തി വായ് പൊത്തി കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കഴുത്തിൻ്റെ ഇരുവശങ്ങളിലും കുത്തുകയായിരുന്നു. പിന്നീട് ഈ കത്തി തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. അനൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കത്തി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കൃത്യമായി ഒരു ആസൂത്രണം തന്നെ ഈ ഒരു കൊലപാതകത്തിന് പിന്നിലുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്ന ഒരു വ്യക്തി വൈരാഗ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് ഈ ഒരു റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അനൂജ. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇന്ന് സംഭവിച്ച മറ്റു വാർത്തകളിൽ കൂടി വേഗം എത്തും. പാർലമെന്റ് പാസാക്കിയ പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. CRPC, IPC, തെളിവ് നിയമങ്ങൾ എന്നിവയ്ക്ക് പകരം പുതിയ നിയമങ്ങൾ വരും. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. RK, വിശദാംശങ്ങൾ. അനുജ, രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരികയാണ്. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. നേരത്തെ പാർലമെന്റ് പാസാക്കിയിരുന്നു. നമ്മുടെ നിയമത്തിലെ CRPC, IPC ഒപ്പം തെളിവ് നിയമങ്ങൾ, ഈ മൂന്നും കാലോചിതമായിട്ടുള്ള പരിഷ്കരണം വരുത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ ബില്ല് പാർലമെന്റ് പാസാക്കിയിരിക്കുന്നത്. അതിനനുബന്ധമായിട്ട് ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള നടപടികളായിരുന്നു ഇപ്പോൾ പുരോഗമിച്ചത്. അതും പൂർത്തിയായി. ജൂലൈ 1-ാം തീയതി മുതൽ ഇവ യാഥാർത്ഥ്യമാകും. വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രത്യേകതകൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഈ നിയമമായിരിക്കും ജൂലൈ 1-ന് ശേഷം രാജ്യത്തിൽ പ്രചാരത്തിൽ ഉണ്ടാവുക. നമ്മൾ നേരത്തെ ബ്രിട്ടീഷ് കാലത്ത് അവരിൽ നിന്ന് സ്വീകരിച്ച പുതിയ ക്രിമിനൽ നിയമങ്ങൾ ജൂലൈ 1 മുതൽ നിലവിൽ വരും. വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്നു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. AV ജയശങ്കർ വിശദാംശങ്ങളുമായി. ജയശങ്കർ, 36, 37 എന്നൊക്കെയുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ഇനിയിപ്പോൾ പുതിയ ജില്ലകൾ ഏതെങ്കിലും വരുന്നുണ്ടോ? ഏതൊക്കെ ജില്ലകളിലാണ് മുന്നറിയിപ്പ്? നാളെ പൊങ്കാലയാണ്. തിരുവനന്തപുരത്ത് 36 ഡിഗ്രി എന്നൊക്കെ പറയുന്നത് വലിയ ആശങ്കയുമാകുകയാണല്ലോ. സംസ്ഥാനത്തെ 9 ജില്ലകളിലാണ് നിലവിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ഉയർന്ന തോതിലുള്ള ചൂടുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്ന് പറയുന്നു. ആറ്റുകാൽ പൊങ്കാല നടക്കുകയാണ്. തലസ്ഥാനത്ത് ഒരു ഉയർന്ന താപനില മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ജാഗ്രത പുലർത്തണം. പകൽ സമയത്ത് 11 മുതൽ 3 വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങരുത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. കൂടുതൽ വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടാക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. എന്തായാലും ജാഗ്രത പാലിക്കുക എന്നത് മാത്രമാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു വഴി. നേരിട്ട് സൂര്യപ്രകാശം തട്ടുന്ന തരത്തിൽ പൊതുവിടങ്ങളിൽ ഇറങ്ങാതിരിക്കുക, അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ താപനിലയുടെ തോത് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ജാഗ്രത തുടരണം എന്ന് തന്നെയാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് കൊടും ചൂടാണ്. ഇന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 9 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. 37 ഡിഗ്രി സെൽഷ്യസ് വരെ പല ജില്ലകളിലും താപനില ഉയരാനുള്ള സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.